മനുഷ്യൻ്റെ തലച്ചോറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രലോകത്തിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. തലച്ചോറിൻ്റെ കൗമാരം 32 വയസ്സ് വരെ നീളും എന്നാണ് അവർ പറയുന്നത്. മനുഷ്യ ജീവിതകാലത്ത് തലച്ചോർ 5 വ്യത്യസ്ത ദശകളിലൂടെ കടന്നു പോകുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു ശാസ്ത്രജ്ഞർ. 9, 32, 66, 83 വയസ്സുകളാണ് മസ്തിഷ്കത്തിൻ്റെ മാറ്റത്തിൻ്റെ ദശയിലെ നിർണായക പ്രായങ്ങൾ. തലച്ചോറിൻ്റെ കൗമാരം 32 വയസ്സുവരെ നീളുമെന്നും ബ്രിട്ടനിലെ കാംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനം പറയുന്നു. 90 വരെ പ്രായത്തിലുള്ള 4000-ഓളം പേരുടെ തലച്ചോർ സ്കാൻ ചെയ്ത് പഠിച്ചതിൽ നിന്നാണ് ഗവേഷകർക്ക് ഈ അറിവ് കിട്ടിയത്. ജീവിതയാത്രയിൽ ആർജിക്കുന്ന പുത്തൻ അറിവുകളോടും അനുഭവങ്ങളോടും പ്രതികരിച്ച് മസ്തിഷ്കത്തിന് പതിവായി മാറ്റമുണ്ടാകുന്നു എന്ന് മുൻപേ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ജനനം മുതൽ മരണം വരെ ഒരു ഒഴുക്കിലുണ്ടാകുന്ന മാറ്റമല്ല അതെന്നും അതിന് കൃത്യമായ 5 ഘട്ടങ്ങളുണ്ടെന്നുമാണ് പുതിയ തിരിച്ചറിവ്. ചിലരിൽ ഈ ഘട്ടങ്ങൾ ഇപ്പറഞ്ഞതിലും നേരത്തെയാകാം, ചിലരിൽ താമസിച്ചു. എന്നാൽ ഈ ഘട്ടങ്ങൾക്കിടയിലാണ് മാറ്റം വ്യക്തമായി പ്രകടമാകുന്നത് എന്നാണ് ഗവേഷകരെ അതിശയിപ്പിച്ചത്. ആ ഘട്ടങ്ങളെ ശാസ്ത്രജ്ഞർ ഇങ്ങനെ തിരിച്ചിരിക്കുന്നു: ബാല്യം, ജനനം മുതൽ 9 വയസ്സ് വരെ. കൗമാരം, 9 മുതൽ 32 വയസ്സ് വരെ. യൗവനം, 32 മുതൽ 66 വയസ്സ് വരെ. വാർദ്ധക്യത്തിൻ്റെ ആദ്യഘട്ടം 66 മുതൽ 83 വരെ. വാർദ്ധക്യത്തിൻ്റെ അന്ത്യഘട്ടം 83 മുതൽ അങ്ങോട്ട് ആണ് എന്നും പറയുന്നു. ബാല്യം, ജനനം മുതൽ 9 വയസ്സ് വരെ. തലച്ചോറിന് വലിപ്പം വെക്കുന്നതും ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വളരെയധികമായി രൂപം കൊണ്ട സിനാപ്ലസ് എന്ന് വിളിക്കുന്ന മസ്തിഷ്ക കോശങ്ങൾ നേർത്തു വരുന്നതും ഇക്കാലത്താണ്. ഈ ഘട്ടത്തിൽ തലച്ചോറിൻ്റെ കാര്യക്ഷമത കുറവായിരിക്കും. പ്രത്യേക ലക്ഷ്യമില്ലാതെ പാർക്കിൽ തുള്ളിക്കളിച്ചു നടക്കുന്ന ഒരു കുട്ടിയെ പോലെ ആയിരിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനം. കൗമാരം, 9 മുതൽ 32 വയസ്സ് വരെ. തലച്ചോറിൽ കാര്യമായ മാറ്റം വരുന്ന ഘട്ടം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഘട്ടവും ഇതാണ്. തലച്ചോറിലെ ന്യൂറോൺ ശൃംഖലകൾ കൂടുതൽ ക്ഷമതയാർജിക്കുന്ന ഏക ഘട്ടമാണിത്. 9 മുതൽ 32 വയസ്സ് വരെയുള്ള കാലത്ത് തലച്ചോർ ഈ കൗമാരത്തിൽ തന്നെ നിലകൊള്ളുമെന്ന് ഗവേഷകരിൽ ഒരാളായ ഡോക്ടർ അലക്സ മൗസ്ലി BBC-യോട് പറഞ്ഞു. യൗവനം, 32 മുതൽ 66 വരെ. ഈ ഘട്ടത്തിൽ കൗമാരത്തിലേതിനേക്കാൾ സാവധാനമാണ് തലച്ചോറിൻ്റെ മാറ്റം. തലച്ചോറിൻ്റെ ക്ഷമതയിലുള്ള മികവ് കുറഞ്ഞു തുടങ്ങുന്ന ഘട്ടമാണിത്. വ്യക്തിയുടെ ബുദ്ധിശക്തിയും വ്യക്തിത്വവും അനുസരിച്ച് ഈ മാറ്റവും വ്യത്യാസപ്പെട്ടിരിക്കും. വാർദ്ധക്യം, ആദ്യഘട്ടം 66 മുതൽ 83 വയസ്സ് വരെ. 66-ാം വയസ്സിൽ തലച്ചോർ ക്ഷീണിച്ചു തുടങ്ങുമെങ്കിലും മാറ്റം പെട്ടെന്നുണ്ടാകില്ല. അതിലെ ന്യൂറോൺ ബന്ധങ്ങളിൽ പടിപടിയായി മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. സ്മൃതിനാശം, രക്താതിസമ്മർദ്ദം തുടങ്ങിയവ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഘട്ടവും ഇതാണ്. വാർദ്ധക്യം, അന്ത്യഘട്ടം 83 മുതൽ അങ്ങോട്ട്. വാർദ്ധക്യത്തിൻ്റെ ആദ്യഘട്ടത്തിലേതിന് സമാനമായ മാറ്റങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിലുമെങ്കിലും അത് കൂടുതൽ പ്രകടമായിരിക്കും. മാനസിക വെല്ലുവിളികൾ, സ്മൃതി നാശം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം സഹായിക്കുമെന്ന്
ഗവേഷകർ പറയുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മസ്തിഷ്കം വെവ്വേറെ പഠിച്ചിട്ടില്ല എന്ന ന്യൂനത ഈ പഠനത്തിനുണ്ട്. അതിനാൽ തന്നെ ആർത്തവ വിരാമം മസ്തിഷ്കത്തെ എങ്ങനെ ബാധിക്കും എന്നത് അജ്ഞാതമാണ്. എന്തുതന്നെ ആയാലും തലച്ചോറിൻ്റെ കൗമാരം 32 വയസ്സുവരെ നീളുമെന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചത് എല്ലാവർക്കും സന്തോഷം പകരുന്നത് തന്നെ ആണെന്ന് കരുതാം.